ഹായ് ഫ്രണ്ട്സ്, ജാക്സിനെ ബ്രദേഴ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വേറെ ഒന്നുമില്ല, ചെറിയൊരു അപ്ഡേഷനാണ്. അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടിൽ പുതിയൊരു പ്രാവിനെ വാങ്ങിച്ചിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നിന്നാണ് നമ്മൾ ആ പ്രാവിനെ വാങ്ങിച്ചത്. പിന്നെ അതിൻ്റെ ഒരു വീഡിയോട്ടാണ് വന്നത്. പിന്നെ ബാക്കി നമ്മളെ പ്രാവുകളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പം നേരെ നമുക്ക് നമ്മളെ വീട്ടിലോട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ നമ്മുടെ പ്രാവ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് പ്രാവിനെടുത്ത് ഈ കൂട്ടിയിട്ടിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. ഫ്രണ്ട്സ്, അപ്പം ഇതാണ് നമ്മുടെ കോയമ്പത്തൂർ നടത്ത പുതിയൊരു മെയിൽ. അതായത് ജാക്ക് തലവല്ലയിൽ കലങ്ങക്കണ്ണലാണ്. നല്ലൊരു അൺലിമിറ്റഡ് ലൈന് ചേർന്ന ഒരു മെയിലാണ് കേട്ടോ. നല്ലൊരു പിടിലെ മെയിലാണ്. പേടിച്ചാണ് ഇപ്പം എങ്ങനെ നിൽക്കുന്നത്. പ്രാവ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ഒന്ന് പറയണം കേട്ടോ. ജാക്ക് തലവല്ലയിൽ കലങ്ങക്കണ്ണലാണ് മെയിൽ പറഞ്ഞത്. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് നമ്മളെ ബാക്കി പ്രാവിനെയൊക്കെ കാണിച്ചു തരാം. എല്ലാം ജോഡി സെറ്റാണ്. നമ്മുടെ ഫസ്റ്റ് ജോഡി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അതിലിപ്പോൾ എഗ് ഗിയർ ആയിട്ടുണ്ട്. നമ്മളെ രണ്ടാമത്തെ ജോഡി ഏകദേശം ഗിയർ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ മെയിൽ വഴി പ്രാവ് ഇതുവരെ ഇല്ല. അപ്പം അങ്ങനെ ഈ പ്രാവശ്യം നോക്കാം മെയിൽ വഴി കിട്ടുമല്ലോ. ഒന്നാമത്തെ നമ്മളെ ശൈലി ജോഡിയാണ്. ഒരു ജോഡി സെറ്റായിട്ടുണ്ട്, സെറ്റാണ്. നമുക്കിവിടെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജോഡി ഇപ്പോഴും വേണ്ടി സെറ്റ് ചെയ്തേട്ടോ. അപ്പം അടുത്ത ജോഡിയെ കാണിച്ചു തരാം. അടുത്ത ജോഡി സെറ്റായിട്ടുണ്ട്. ഒരു എഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു എഗ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജാക്ക് ശൈലി ഫീമെയിലും ജാക്ക് മെയിലും ഇടത്തിരിയുള്ള ഒരു എഗ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ചാമ്പ ഫീമെയിലും വെള്ളക്കലങ്ക മെയിലും ഏരും എഗ് ചെയറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത പേരും വെള്ളക്കലങ്ക മെയിലും ചാമ്പ ഫീമെയിലും ഏരും ഏകദേശം എഗ്ഗിങ്ങുകളായിട്ടുണ്ട്. അപ്പം അടുത്ത ജോഡിയെ കാണിച്ചു തരാം. അടുത്ത് പറഞ്ഞത് നമ്മളെ വെള്ള സെറ്റാണ്. വെള്ള സെറ്റിൽ എഗ് ഗിയർ ആയിട്ടുണ്ട്. മെയില് മുട്ടയ്ക്ക് വിളിക്കുകയാണ്. ഫീമെയിൽ അടുത്തുണ്ട് കേട്ടോ. ഇവരെ ഒരു കുഞ്ഞ് നമ്മളെ കയ്യിലുണ്ട്. ആ കുഞ്ഞിനെ നമ്മൾ കാണിച്ചു തരാം. അപ്പം അടുത്ത ജോഡിയെ കാണിച്ചു തരാം. അടുത്ത ജോഡി ഒരു സെറ്റാണ് കേട്ടോ. ഇതാ ചാക്കറക്കുള്ളതിൽ രണ്ട് കുഞ്ഞ് ഇരിപ്പുണ്ട്. ഇതാണ് മൂത്ത കുഞ്ഞ്. കേട്ടോ. മറ്റേത് ചാക്കറക്കുള്ള തന്നെയാണ് ഇളയ കുഞ്ഞ്. ഒരു കിടക്കാച്ചി രണ്ട് കുഞ്ഞുങ്ങളാണുള്ള പാരൻസ്. അടുത്ത ജോഡി വന്നിട്ട് നമ്മുടെ ജാക്സീന ജോഡിയാണ്. ജാക്കിപ്പുള്ളി ഒരു എഗ് ഗിയർ ആയിട്ടുണ്ട്. മെയില് ഫീമെയില് ഒരു ഗിയർ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് അടുത്ത ജോഡിയെ കാണിച്ചു തരാം. അടുത്ത വന്നിട്ട് നമ്മളെ ജാക്ക് ധാര മെയിലും ജാക്കുവാല ഫീമെയിലുമാണ്. ഏരും എഗ് ഗിയർ ആയിട്ടുണ്ട് കേട്ടോ. ഫീമെയിൽ ഇവർ എഗ് ഗിയർ ആയിട്ടുണ്ട്. അപ്പം അടുത്ത പേര് നമ്മളെ കയറാണ്. സബ്ജ ഫീമെയിലുമാണ്. ഇവരും എഗ് ഗിയർ ആയിട്ടുണ്ട് കേട്ടോ. തിരിച്ച് ഫീമെയിലാണ്, കയറാണ്. ഇവർ എഗ് ഗിയർ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ജോഡി നമ്മളെ സബ്ജ ജോഡിയാണ്. ഇവരും അതേപോലെ തന്നെയാണ്, എഗ് ഗിയർ ആയിട്ടുണ്ട്. ഫീമെയില് മെയില് ഇവരും എഗ് ഗിയർ ആയിട്ടുണ്ട്. മെയിലിൻ്റെ ഒരു കണ്ണ് ചെറിയ പണി കിട്ടി. കൊത്തുകൂടിയതാണെന്ന് അറിയത്തില്ല. കൊത്തു കിട്ടിയതായിരിക്കും, കാണാൻ പറ്റുമോ. അപ്പോൾ നമ്മൾ മരുന്ന് കഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ കുഴപ്പമില്ല. ജോഡി സെറ്റാണ്. സബ്ജയിൽ കുഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇപ്രാവശ്യം ഇട്ടത്. രണ്ട് സബ്ജയെ കിട്ടിയ അത്രയും നല്ലത്. അപ്പം ബാക്കി പ്രാവളൊക്കെ നമുക്ക് കാണാം. ബാക്കി നമ്മൾ കഴിഞ്ഞ കുഞ്ഞടുത്തതിൽ മാറ്റി വെച്ച കുഞ്ഞുങ്ങളാണ് കേട്ടോ. അടുത്ത നമ്മൾ ബ്രീഡിങ് സ്റ്റോക്കിന് വേണ്ടി മാറ്റി വെച്ച പ്രാവുകളാണ് കേട്ടോ കുഞ്ഞുങ്ങൾ.
താഴത്തെ കൂട്ടിലുണ്ട്. ബ്രീഡിംഗ് സ്റ്റോക്കിന് വേണ്ടി വലുതായിട്ട് ബ്രീഡ് ചെയ്യിക്കാൻ വേണ്ടി മാറ്റി വെച്ച കുഞ്ഞുങ്ങളാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ റാവൽസ് ഉണ്ട്. ഇവർ കുഞ്ഞെന്നിട്ട് സബ്ജ റക്കുള്ളതാണ് കേട്ടോ. സബ്ജയിലാണ് ഏകദേശം സബ്ജ കുഞ്ഞ് ഇതായിരിക്കും കേട്ടോ. ചെടിയാണ് ഒന്ന്. പിന്നെ നമ്മൾ വെട്ടി വെച്ച മെയിൽ പ്രാവുകൾ. നമ്മൾ ഈ മൂക്കുപ്പറ്റി ആണിൻ്റെ ഫസ്റ്റ് കിട്ടിയ കുഞ്ഞെന്ന് പറഞ്ഞത് ഈ ഒരു കുഞ്ഞാണ് കേട്ടോ. നമ്മൾ പഴയ ഓൾഡ് ലൈനേജ് മൂക്കുപ്പറ്റി ആണിൻ്റെ ആ വെള്ള സെറ്റിൻ്റെ കുഞ്ഞാണ് അതാ നിൽക്കുന്നത്. നമ്മൾ വെട്ടി വെച്ച് ബ്രീഡിങ്ങിന് വേണ്ടി ഒരു പ്രാവ്. ഇതിലൊരു ജാക്ക് റക്കുള്ള പ്രാവ് ഉണ്ടായിരുന്നു. അത് ഇവരേക്കിട്ട് ഭയങ്കര കൊത്തായിട്ട് നമ്മൾ മെയിൽ പ്രാവിൻ്റെ കൂടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വന്നാൽ നമ്മളെ പാത്തണ്ട പ്രാവ് നമുക്ക് ഇന്നടുത്തൊന്ന് പറത്തി വെക്കാം. പിന്നെ നമ്മളിത് മാറ്റിയിട്ട കുഞ്ഞുങ്ങളാണ് കേട്ടോ. നമ്മളെ ജാക്ക് ജോഡിയുടെ കുഞ്ഞുങ്ങളാണ്. ഒരു കുഞ്ഞ് താരിപ്പുണ്ട്, ഒരു കുഞ്ഞ് താരിപ്പുണ്ട്. മറ്റേ നമ്മൾ തിരുച്ചിയുടെ കുഞ്ഞും ഒരു സ്വർമ്മയുടെ ഒരു കുഞ്ഞുമാണ്. ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് ചെയ്ത പ്രാവുകളാണ് കേട്ടോ. പിന്നെ നമ്മുടെ മെയിലും ഫീമെയിലും ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. അവരെ കൂടെ കാണിച്ചു തരാം. നമ്മുടെ മെയിൽ പ്രാവുകളെല്ലാം ഇവിടെ സെറ്റാണ്. അടുത്ത് നമ്മൾ ഫീമെയിൽ പ്രാവുകളെ കാണിച്ചു തരാം. ഫീമെയിൽ പ്രാവ് വരുമ്പോൾ ഫീമെയിൽ പ്രാവുകളെല്ലാം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഫുഡെല്ലാം കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കോയമ്പത്തൂർ പുതിയ ഇറക്കുമതി മെയിൽ. ഇതിന് പറ്റിയ ഫീമെയിൽസ് നമ്മളെ കൂട്ടിൽ തന്നെ ഉണ്ട്. ഒരു ഏകദേശം ഒരു 3-4ഓളം ഫീമെയിൽസ് ഇതിന് സൂട്ട് ചെയ്യാൻ പറ്റിയ ഫീമെയിൽസ് നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. ഒരു അൺലിമിറ്റഡ് ലൈനിൽ ചേർന്ന കിടിലൻ മെയിലാണ് കേട്ടോ. ജാക്കത്തലയുടെ ഒരു കലങ്കൊന്നുമില്ല. നമുക്ക് നമ്മളെ പ്രാവിനൊന്ന് പറത്തി വെക്കാം കേട്ടോ. രണ്ട് പ്രാവ് എന്താ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മളെ ഇപ്പോഴത്തെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പുതിയ പ്രാവിനെ നിങ്ങൾ കണ്ട് അതിൻ്റെ അഭിപ്രായം എങ്ങനെയെന്ന് പറയണം. പ്രാവ് കൊള്ളാമില്ല എന്നൊക്കെ പറയണം. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പ്രാവുകളെല്ലാം നമ്മൾ ജോഡിയിട്ട് പ്രാവുകളെല്ലാം സെറ്റാണ്. എഗ്ഗൊക്കെ ചെയ്യും. ഒരു ജോഡി എഗ്ഗ് ചെയ്ത് ബാക്കി നെഗ്ഗിയറായിട്ടുണ്ട് ഏകദേശം പ്രാവ്. ബാക്കി പ്രാവുകളെല്ലാം ഹെൽത്തിയാണ്. പിന്നെ നമ്മുടെ പ്രാവുകൾ പറന്നുകൊണ്ടിരിക്കുന്ന കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല, പറന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ വിശേഷമില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ